വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾ, ചില ഉമ്മമാരായിരിക്കും, സഹോദരിമാരായിരിക്കും, ഇനി വിദേശത്തുള്ള പല സഹോദരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. നാട്ടിലുള്ള ഉമ്മമാർ പലപ്പോഴും പറയും, മക്കൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്, വിസിറ്റിങ്ങിലാണ്, പക്ഷേ ജോലി ശരിയാകുന്നില്ല. ഭർത്താവ് പോയിട്ടുണ്ട്, ജോലി ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ ബർക്കത്തില്ല, ഇപ്പോൾ താൽക്കാലികമായി കയറിയ ജോലി പെട്ടെന്ന് പോകുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല പരാതികളും കേട്ടിട്ടുണ്ട്. വിദേശത്തുള്ള സഹോദരങ്ങൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട്, ഉസ്താദ് ചെയ്യുന്ന ഒന്നും ഒരു റാഹത്ത് കിട്ടുന്നില്ല, നല്ലൊരു ജോലി നോക്കുന്നുണ്ട്, പക്ഷേ ശരിയാവുന്നില്ല എന്ന്. അങ്ങനെ നാട്ടിലുള്ള ആളുകൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ വിസയുടെ കാര്യത്തിൽ ശരിയാകുന്നില്ല, മറ്റു കാര്യങ്ങൾ വഴികൾ തുറന്നു കിട്ടുന്നില്ല. ഇത്തരത്തിൽ വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ പരിഹാരം ചെയ്തു കൊടുത്തത്. അതിൽ പല ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് മെനഞ്ഞാന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട്, ഉസ്താദേ അൽഹംദുലില്ലാ ഞാൻ ആ വോയിസ് നിങ്ങൾ കേൾപ്പിക്കണമുണ്ട്, പക്ഷേ ആ ഉമ്മ വല്ലാതെ സന്തോഷം വന്നിട്ട് വോയിസ് നീട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വലിയ നീണ്ട ഒരു വോയിസ് നമ്മുടെ വീഡിയോയിൽ കേൾപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ തൽക്കാലം അത് ഒഴിവാക്കിയത്. വളരെ സന്തോഷം അറിയിച്ചതാണ്. മകന് ജോലി അന്വേഷിച്ചിട്ട് എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കാണ്. അപ്പോൾ അവർ എന്ത് ചെയ്താണ്, സന്തോഷം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യുക, മകന് പോകാനുള്ള അവസരം കിട്ടി. മകനത് പോയതിന് ശേഷമാണ് എന്നെ വിളിച്ചറിയിച്ചത്. കാരണം എല്ലാ കാര്യവും ഇതുപോലെ തുടക്കത്തിൽ വന്നിരുന്നതൊക്കെ മുമ്പ് ഇതുപോലെ പോകാനായിട്ട് അവസാനം വന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇത് വിദേശത്തേക്ക് എത്തി മകൻ ജോലിക്ക് കയറി അൽഹംദുലില്ലാ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ഇന്ന സ്ഥാപനത്തിലേക്ക് ഒരു നേർച്ചയും അവർ നേർന്നിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ പല ആളുകളും ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയ, വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർ, ഉള്ള ജോലിയിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങി വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട സകല പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട് 2 അമലുകൾ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 2 അമലുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൽ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. റാഹത്തല്ലേ, സന്തോഷമല്ലേ എല്ലാവർക്കും. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. പല ആളുകളും വിളിച്ച് ജോലി സംബന്ധമായ വിഷയം പറയാറുണ്ട്. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകൾ എന്നോട് കൂടുതലും വരുന്നത് വിദേശത്തുള്ള ആളുകളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം എന്തേ, വിദേശത്ത് ജോലിയുണ്ട്, പക്ഷേ ജോലിയിൽ ഒരു ഉയർച്ചയില്ല. പണ്ട് ഞാൻ ചെന്നപ്പോൾ, ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ എന്നോട് മെസ്സേജ് അയച്ച ആൾ അവിടെ പോയിട്ട് വിദേശത്ത് എത്തിയിട്ട് 38-40 വർഷത്തിനടുത്തായിട്ടുണ്ട്. അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ജീവിതം ഒരു മാറ്റവും വന്നിട്ടില്ല. കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിഹാരമാർഗ്ഗമുണ്ടോ ഉസ്താദേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും കോൺടാക്റ്റ് ചെയ്ത് സങ്കടം പറയുന്നവർ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവർ, ജോലി ശരിയാകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്തേക്ക് പോകണമെന്ന് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന 2 അമലുകൾ, അതിലൊന്ന് ഒരു ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത്തത് ഒരു ദുആയുമാണ്. ഒരു ദിക്ർ എന്ന് പറയാം, അല്ലെങ്കിൽ ദുആ എന്ന് പറയാം. ഈ 2 സംഗതികൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കും എന്നുണ്ടെങ്കിൽ, ഈ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾ അത് പതിവാക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജോലിയിൽ വലിയ അഭിവൃദ്ധി നൽകും. അല്ലാഹു അഭിവൃദ്ധി നൽകും, ഇൻഷാ അല്ലാഹ് നൽകട്ടെ. ഞാൻ ആ വിദേശത്തേക്ക് പോയ മകന് ഞാൻ പറഞ്ഞു കൊടുത്ത ദുആയും ദിക്റും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ ചെയ്യുക, ഈ ഒരു അമൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതാണ് ആദ്യത്തെ ഇസ്തിഗ്ഫാർ? ഒന്നാമത്തത് ഒരു ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒരൊറ്റ വരിയേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എന്താണ് ചോദിക്കുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അദീമായ അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, നിന്നോടിതാ പൊറുക്കലിനെ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ഒരാളുമില്ല, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, എന്നും നിലനിൽക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനുമാണ്. വ അതൂബു ഇലൈഹി, അവനിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഈ ഒരു ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ഫജറിന് ശേഷം, അതായത് സുബഹയ്ക്ക് ശേഷം അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം, ഒന്നീ സുബഹയ്ക്ക് ശേഷം ചൊല്ലുക, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ചൊല്ലുക. എത്ര തവണ? 100 തവണ. 100 തവണ ഈ ഒരു ഇസ്തിഗ്ഫാർ രാവിലെയോ വൈകുന്നേരമോ എന്ത് ചെയ്യണം? മുടങ്ങാതെ ചൊല്ലണം.
മുടങ്ങാതെ 100 തവണ ചൊല്ലണം. അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മേഖലകളിൽ എന്ത് ചെയ്യും, നമുക്ക് വിജയം ലഭിക്കും. ഇസ്തിഗ്ഫാറിന് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെടുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എന്ത്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങളുടെ സമ്പാദ്യത്തിൽ, മക്കളിൽ, അതുപോലെ നിങ്ങളുടെ സാധന സാമഗ്രികളിലൊക്കെ ബറക്കത്തുണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാകാനും എന്ത് കാരണമാവും? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കാരണമായി തീരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചൊല്ലാം, ധൈര്യമായിട്ട് ഉറപ്പോടുകൂടി വിശ്വാസത്തോടു കൂടി ചെല്ലാം. ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കോളി. ഇനി രണ്ടാമത്തത് ഒരു ദുആയാണ്. ഈ ദുആ ഇശാ നിസ്കാര ശേഷം 33 തവണ ചൊല്ലണം. ഇശാ നിസ്കാര ശേഷം, എല്ലാ ഇശാ ശേഷവും 33 തവണ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിസ്കാരം കൃത്യമായി നിർവഹിച്ചിരിക്കണം. കാരണം എന്തേ, ഈ സുബഹിയും ഇശായും ഒക്കെ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്കാണ് ഇതൊക്കെ കണ്ടിന്യൂ ആയി കൊണ്ടുനടക്കാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ ആ നിസ്കാരം ക്ലിയറായി കൃത്യമായി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അള്ളാഹു ബറക്കത്ത് ചെയ്ത് തരിക. അപ്പോൾ അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. എല്ലാ ഇശാ നിസ്കാര ശേഷവും 33 തവണ ഈ പറയുന്ന ദുആ ചെയ്യുക. എന്താണ് ദുആ? اللهم يا فتاح يا رزاق افتح لي أبواب الرزق ويسر لي عملا صالحا في خير بلادك. اللهم يا فتاح يا رزاق افتح لي أبواب الرزق ويسر لي عملا صالحا في خير بلادك. അള്ളാഹുവേ, എന്താണ് ചോദിക്കുന്നത്? അള്ളാഹുവേ, നീ നിൻ്റെ റിസ്കിൻ്റെ വാതിലുകൾ തുറക്കണമേ അല്ലാ. റസാഖായ, റിസ്ക് നൽകുന്നവനായ, എല്ലാ വിജയവും നൽകുന്നവനായ അള്ളാഹുവേ, നീ നിൻ്റെ റിസ്കിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. വയസ്സിർലി അമലൻ സ്വാലിഹാ ഫീ ഖൈരി ബിലാദിക്. നിൻ്റെ നാടുകളിൽ ഏറ്റവും ഖൈറായ നാടിൽ ഏറ്റവും നല്ല ജോലിയിൽ എന്നെ നീ എത്തിക്കണേ അല്ലാ. ഏറ്റവും ഖൈറായ നാട്ടിൽ ഏറ്റവും നല്ല ജോലിയിൽ എന്നെ നീ എത്തിക്കണേ അല്ലാ. അപ്പം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇനി വിദേശത്തുള്ളവരാണെങ്കിലും അവർക്ക് ഖൈറായ ജോലി ലഭിക്കാൻ, ഏറ്റവും ഉത്തമമായ ജോലി ലഭിക്കാൻ കാരണമായി തിരി ദുആ എല്ലാ ഇശാഇന് ശേഷവും മുടങ്ങാതെ എന്ത് ചെയ്യുക, എത്ര തവണ? 33 തവണ ചൊല്ലാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്ത് തരട്ടെ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാർ ചോദിക്കുന്നത്, ഞങ്ങൾ ചെല്ലിയാൽ മതിയോ എന്ന്, അല്ലേ? നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെല്ലാൻ പറ്റുമോ? ഇത് ആർക്കും ചൊല്ലാം. നീയത്ത് വെക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ചൊല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഇന്ന ആൾക്ക് എന്നുള്ള നീയത്തോടുകൂടി മനസ്സിൽ കരുതിക്കൊണ്ടാവണം ചെല്ലേണ്ടത്. മകന് വേണ്ടിയിട്ട് അല്ലാഹു ഞാൻ ചെല്ലുന്നു എന്ന നല്ല നീയത്തോടു കൂടിയിട്ട് അവിടെ ചെല്ലേണ്ടത്. ഭർത്താവിന് വേണ്ടി ചൊല്ലുന്നു എന്നോ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ചൊല്ലുന്നു എന്നോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ചൊല്ലുന്നു, ആർക്കാണോ അവർക്ക് വേണ്ടി ചൊല്ലുന്നു എന്ന് നീയത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇത് മറ്റുള്ളവർക്കും ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചൊല്ലേണ്ടത് ആദ്യം പറഞ്ഞ ഇസ്തിഗ്ഫാർ 100 തവണ ചൊല്ലണം. അത് രാവിലെ മഗ്രിബിന് ശേഷം, അല്ല സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ ചൊല്ലാം. ഇശാഇന് ശേഷം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അല്ലാഹുമ്മ യാ ഫത്താഹു യാ റസാഖു ഇഫ്തഹ് ലി അബ്വാബ റിസ്ഖി വയസ്സിർ ലി അമലൻ സാലിഹൻ ഫീ ഖൈരി ബിലാദിക് എന്ന ഈ ഒരു ദുആ കൂടെ ഇശാഇന് ശേഷം 33 തവണ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് അധികരിപ്പിക്കുക, നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഈ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ ശ്രമിക്കുക. ഹലാലും തൊയ്യിബുമായ വരുമാന മാർഗം മാത്രം തേടാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് മാന്യമായി സ്നേഹത്തോടെ എന്ത് ചെയ്യുക, സഹനതയോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഈ ഗുണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ മറ്റുള്ളവരോട് പരുക്കൻ സ്വഭാവം കാണിക്കുന്നവരാണെങ്കിൽ, മോശമായ സ്വഭാവം കാണിക്കുന്നവരാണെങ്കിൽ എന്തില്ല, നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും അള്ളാഹു കബൂലാക്കൂല. സൽസ്വഭാവികളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല അമല് ചെയ്യുക. ജീവിതത്തിൽ വലിയ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് വലിയ ഉന്നതിയിലെത്താൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. വിഷമങ്ങൾ അനുഭവിക്കുന്ന, ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന, വിദേശത്തേക്ക് ശ്രമിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവൂലേ, കൂട്ടുകാരിലുണ്ടാവൂലേ, അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.